യോഹന്നാന്റെ സുവിശേഷം അല്പം വിശദമായി പതിയെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 3-ാം അധ്യായം എത്തിയിട്ടുള്ളൂ, 12 ക്ലാസ്സായി. എങ്കിലും ആ വിഷയം ആ, പരമാവധി ഹൃദ്യമായി വിശദമായി പഠിച്ച് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്കും അത് പ്രയോജനപ്പെടുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും യോഹന്നാൻ, ഞാൻ എല്ലാ ക്ലാസ്സിലും ഓർപ്പിക്കുന്നത് പോലെ, കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന ഒരു ശിഷ്യനാണ് യോഹന്നാൻ. അപ്പോൾ ആ മാറിലെ ചൂട് ഏറ്റുവളരുക എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മൾക്കുണ്ട്. അപ്പൊ കർത്താവ് വാസ്തവത്തിൽ ആരായിരുന്നു, കർത്താവ് വാസ്തവത്തിൽ എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച് തിരുവഴുത്തിൽ ഉടനീളം നമ്മൾ കാണുന്നു. പക്ഷെ യോഹന്നാന്റെ എഴുത്തുകളിൽ ഉള്ള പ്രത്യേകത അതൊരു സ്നേഹത്തിന്റെ ഭാഷയാണ്. പൗലോസിന്റെ ലേഖനങ്ങളിലാണ് നമ്മൾക്ക് ഉപദേശപരമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ സഭയ്ക്കുള്ള ഉപദേശ പ്രമാണങ്ങൾ കർശനമായി ലഭിക്കുന്നത് പൗലോസിന്റെ ലേഖനങ്ങളിലാണ്. പൗലോസ് പ്രധാനമായിട്ട് ഒരു അക്കാഡമിക് ആയിട്ട്, അതായത് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്ത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു സ്കോളറായിട്ടും റിസർച്ചറായിട്ടും നമുക്ക് പൗലോസിനെ കാണാം. എന്നാൽ യോഹന്നാൻ സ്നേഹത്തിന്റെ ഭാഷ, നമ്മൾ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് യോഹന്നാനെ വിളിക്കുന്നത് തന്നെ. അപ്പോൾ ദൈവസ്നേഹത്തെ എത്രത്തോളം താൻ പ്രാപിച്ചുവോ അത്രത്തോളം തന്റെ വായനക്കാരും പ്രാപിക്കണമെന്നൊരാഗ്രഹം യോഹന്നാന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ഈ യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിച്ച് വായിച്ച് മുമ്പോട്ട് വരുമ്പോൾ ഓരോ സെക്ഷൻ നമ്മൾ കവർ ചെയ്യുമ്പോഴും അതിലെല്ലാം യോഹന്നാൻ എടുത്ത് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു വിഷയം കർത്താവിൽ വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത. തന്റെ അനുവാചകർ, തന്നെ കേൾക്കുന്നവർ, തന്നെ വായിക്കുന്നവർ ഈ കർത്താവിൽ എന്തുകൊണ്ട് വിശ്വസിക്കണം? അതിന് പല ന്യായങ്ങൾ താൻ പറയുന്നു. ആ ന്യായങ്ങളിൽ ഏറ്റവും പ്രധാനമുള്ളത് നമ്മുടെ ഹൃദയങ്ങളെ ആഴമായി സ്പർശിക്കുന്ന വിഷയങ്ങളാണ് താൻ പറയുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിക്കോദെമസിനോടുള്ള ബന്ധത്തിലും യോഹന്നാൻ സ്നാപകന്റെ സ്നാനത്തോടുള്ള ബന്ധത്തിലും ഉള്ള വിഷയങ്ങൾ നമ്മൾ പഠിച്ചു വന്നു. 30-ാം വാക്യം, 3-ാം അധ്യായം 30 വരെയുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് അതിന്റെ 3-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള 5 വാക്യങ്ങൾ. 5 വാക്യങ്ങളെ ഉള്ളൂ എങ്കിലും വളരെ ആഴമായിരിക്കുന്ന ആത്മീക സത്യങ്ങൾ ആ വാക്യങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. യോഹന്നാൻ ഇതിനു മുമ്പ് പറഞ്ഞ വിഷയങ്ങൾ തന്നെ ഒന്ന് സമ്മറൈസ് ചെയ്ത് കൊണ്ടുവരികയാണ്. യോഹന്നാന്റെ എഴുത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഓരോ അധ്യായം വായിച്ച് മുന്നോട്ട് പോകുമ്പോഴും ആവർത്തന വിരസതയായിട്ട് പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ തോന്നും, പക്ഷെ വായിച്ചു വരുമ്പോൾ ഒരിക്കലും നമുക്ക് തോന്നത്തില്ല. അതാണ് യോഹന്നാന്റെ എഴുത്തിന്റെ ഒരു പ്രത്യേകത. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ കർത്താവിന്റെ മാറിനോട് ചേർന്നിരുന്ന് ആ ഹൃദയത്തിലെ ഫീലിങ്സ്, വികാരങ്ങൾ അതുപോലെ ഉൾക്കൊണ്ട് താൻ എഴുതുമ്പോൾ അത് എത്ര ആവർത്തിച്ചെഴുതിയാലും അതിനകത്തൊരു ആവർത്തന വിരസത ഉണ്ടാകുന്നില്ലെന്നുള്ള അതിന്റെ പ്രത്യേകത. ഈ 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ 1-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ട് 1 മുതൽ 3-ാം അധ്യായങ്ങളിൽ പറഞ്ഞു വന്ന വിഷയങ്ങളുടെ ഒരു സമ്മറിയാണ് ഈ 31 തൊട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ദൈവവചനം പഠിച്ചു വരുമ്പോൾ നമ്മുടെ കർത്താവിനെ നാം എത്രത്തോളം അടുത്തറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശോധന ചെയ്യണം. നമുക്ക് കർത്താവിനെ കുറിച്ച് അറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ്, രക്ഷ ഭദ്രമായി സ്വർഗത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുന്നവരാ. പക്ഷെ ഈ കർത്താവിനെ നമ്മൾ എത്രത്തോളം അടുത്തറിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് വ്യക്തിപരമാണ്, അത് കുടുംബമല്ല, സഭയല്ല, ഭാര്യാഭർത്തൃ ബന്ധത്തിലില്ല, മൂപ്പന്മാര് സുവിശേഷന്മാരും തമ്മിൽ ബന്ധത്തില്. അത് തികച്ചും വ്യക്തിപരമായിരിക്കുന്ന ഒരു അനുഭവം. ഈ 12 ശിഷ്യന്മാരിൽ കർത്താവിന്റെ മാറിനോട് ചേർന്നിരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ച യോഹന്നാനാണ്. പിന്നീട് അപ്പോസ്തലന്മാരും മറ്റ് ശിഷ്യന്മാരൊക്കെ വന്നെങ്കിൽ അവർ കുറച്ചുകൂടെ അതിന്റെ ആ വേരിയേഷൻസ് ഉണ്ട്. കർത്താവ് അവരെ രക്ഷിച്ചതെല്ലാം ഒരേ നിലയിൽ തന്നെയാണ്, ശിഷ്യത്വം പ്രാപിച്ചത് ഒരേ നിലയിലാണ്. ശിഷ്യഗണത്തിൽ അവര് 12 പേര് ഒരുപോലെ അറിയപ്പെട്ടെങ്കിലും കർത്താവിനോടുള്ള ബന്ധത്തിലെ അവരുടെ ബോധ്യങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നത്, പത്രോസ് പറയുന്നത് നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ, അത് പത്രോസിന്റെ ബോധ്യമാണ്. എന്നാൽ യോഹന്നാൻ കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാണ് കർത്താവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആ വാക്യങ്ങളിലേക്ക് ഒന്ന് കടന്നു വരാം. ആദ്യമായിട്ട് ആ പോർഷൻ, അതായത് 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ 2 പ്രധാന വിഷയങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്തത്. അതിന്റെ ആ പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. നമ്മൾ ഇത് കേവലം ഒരു പ്രസംഗമല്ല, പഠനമായതുകൊണ്ട് നമുക്ക് പഠനത്തിൽ ഉപകരിക്കണം. ബൈബിളിലുള്ള വാക്യങ്ങൾ തന്നെ നമ്മളൊന്ന് ഔട്ട്ലൈൻ ചെയ്യുകയാണ്. ആ 5 വാക്യങ്ങളെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്താൽ 2 കാര്യങ്ങളായിട്ട് നമ്മൾക്ക് ആ വിഷയങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ വിഷയം, കർത്താവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങളാണ് ഈ 5 വാക്യത്തിൽ പറയുന്നത്. കർത്താവിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങൾ. ഒന്ന്. രണ്ടാമതായിട്ട്, ആ അറിവിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള വിഷയമാണ് ഈ ഭാഗത്ത് പ്രധാനമായിട്ട് പറയുന്നത്.
അപ്പോൾ യോഹന്നാൻ എഴുതി വന്നതിന്റെ പ്രത്യേകത കർത്താവിനെ കുറിച്ച് നമ്മൾ അറിയുകയും കർത്താവിനോട് ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതികരിക്കുകയും വേണം, അല്ലെങ്കിൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണമെന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ദൈവവചനത്തിന്റെ പ്രത്യേകത അതാ, നമ്മൾ ദൈവവചനം കേൾക്കുന്നവരായി മാത്രമല്ല അതിനെ ചെയ്യുന്നവരായും കൂടി ഇരിപ്പിൻ എന്ന് വചനം പറയുന്നതിന് കാരണം നമ്മളിൽ നിന്നൊരു പ്രതികരണം, ഒരു റെസ്പോൺസ് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മലയാളം ബൈബിളിലുള്ള വാക്യങ്ങളിൽ നിന്ന് തന്നെ, ഇംഗ്ലീഷ് ബൈബിളിലും അതേ പോയിന്റ്സ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ വാക്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അതിനൊന്ന് ഔട്ട്ലൈൻ ചെയ്യാം. ഒന്നാമത്തെ വിഷയം, യേശു ക്രിസ്തു ആരാണ്? ദൈവത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് നമ്മൾ അറിയണം. ഒന്നാമതായിട്ട് യേശു ആരാണ്? യേശു മേലിൽ നിന്ന് വരുന്നവനാണ്, അതായത് സ്വർഗീയനാണ് യേശു ക്രിസ്തു എന്നാണ് ഒന്നാമത്തെ വിഷയം. 31 വാക്യം. അതിന്റെ 31 വാക്യത്തിൽ തന്നെ, ഇംഗ്ലീഷ് ബൈബിളിൽ 32 വാക്യമാണ്, മലയാളം ബൈബിളിൽ 31 വാക്യത്തിൽ തന്നെ 31 വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ സ്വർഗത്തെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. 31 വാക്യത്തിന്റെ അവസാന ഭാഗം, താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അപ്പൊ ആദ്യം പറഞ്ഞ വാക്ക് താൻ മേലിൽ നിന്ന് വന്നവനാണ്, അല്ലെ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. രണ്ടാമത് സ്വർഗത്തെക്കുറിച്ച് സാക്ഷീകരിക്കുന്നവനാണ്, അല്ലെ സാക്ഷ്യം പറയുന്നവനാണ്. മൂന്നാമതായിട്ട് 34 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം അയച്ചവനാണ്. നാലാമതായിട്ട് 34 വാക്യത്തിൽ തന്നെ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. 34 വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ വിശ്വാസികൾക്ക് കൊടുക്കുന്നു എന്നുള്ള ആശയത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പശ്ചാത്തലം വായിച്ചു വരുമ്പോൾ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിലാണ് അവിടെ സംസാരം വരുന്നത്. അതുകൊണ്ട് കർത്താവ് പരിശുദ്ധാത്മ പൂർണ്ണൻ എന്നുള്ള നിലയിലാണ് വിഷയം വരുന്നത്. നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് വരും. വിശ്വാസികൾക്ക് അളവ് കൂടാതെ കൊടുക്കുന്നു എന്നുള്ളത് പറയുന്നത് തെറ്റില്ല. പക്ഷെ ഇവിടെ വിശ്വാസികൾക്ക് ആത്മാവിനെ പൂർണ്ണ അളവിൽ കൊടുക്കുന്നെങ്കിലും വിശ്വാസികളുടെ ഡെഡിക്കേഷന്റെ, സമർപ്പണത്തിന്റെ, ഒബീഡിയൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ആത്മനിറവ് ഇരിക്കുന്നത് എന്നുള്ള വിഷയം നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ ആത്മനിറവിന്റെ പൂർണ്ണത വിശ്വാസികൾക്ക് വേണ്ടുവാൻ ലഭിക്കുന്നില്ല. കർത്താവിൽ ആ പൂർണ്ണത കൃത്യമായിട്ടുണ്ട്. നമ്മൾ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാകും. ഇനി ആറാമതായിട്ട് പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്നു. 35 വാക്യം, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. ഏഴാമത്തെ വിഷയം, സകലതും കൈവശമുള്ളവനാണ് നമ്മുടെ കർത്താവ്. അവിടെ നമ്മൾ പറയുന്നത് സകലതും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു, പിതാവ് ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പൊ കർത്താവിനെ കുറിച്ച് ഈ 7 കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. ഇനി അതിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? 33 വാക്യത്തിൽ വരുമ്പോൾ അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക എന്നൊറ്റ വാക്കിൽ പറയാം. അതായത് നമ്മുടെ റെസ്പോൺസ്, കർത്താവിനെ കുറിച്ച് 7 കാര്യങ്ങൾ യോഹന്നാൻ നമുക്ക് പറഞ്ഞു തന്നിട്ട് അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സിംപ്ലിസിറ്റി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ലാളിത്യം. നമ്മൾ ഈ ലാളിത്യം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിശ്വാസം ഒരു ലഘുവായ വിഷയമായിട്ടാണ് കാണുന്നത്. അതാണ് പ്രശ്നം. ഈ സിംപ്ലിസിറ്റി ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസത്താൽ നമുക്ക് കർത്താവിനെങ്കിലുള്ള നിത്യജീവൻ പ്രാപിപ്പാൻ ഇടയെത്തിയിരുന്നു, ആ വിശ്വാസം എന്നുള്ള വാക്ക്. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് അടുത്ത വിഷയത്തിലാണ്. അതായത് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ദൈവത്തിന് നമ്മുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നതും വിശ്വാസികൾ തമ്മിൽ സ്നേഹം ഉണ്ടാകുന്നത്, കർത്താവിലുള്ള പ്രത്യാശ, കർത്താവിനോടുള്ള അനുസരണം. ഇതിന്റെ ഒക്കെ റൂട്ട് അല്ലെ ബേസ് എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ്. അപ്പൊ നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് വരും. രണ്ടാമതായിട്ട് 36 വാക്യത്തിലേക്ക് വരുമ്പോൾ അർജൻസി ഓഫ് ഫെയ്ത്ത്. 36 വാക്യത്തിൽ വരുമ്പോൾ വിശ്വസിക്കേണ്ടതിന്റെ എമർജൻസി അല്ലെങ്കിൽ ആവശ്യകതയാണ് 36 വാക്യത്തിൽ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 7 കാര്യങ്ങൾ കർത്താവിനെ കുറിച്ച് പറയുന്നു. അതിൽ നമ്മുടെ സൈഡിൽ നിന്ന് 2 റെസ്പോൺസ്, വിശ്വസിക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രതികരണമാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഈ ഒരു സെക്ഷന്റെ ഒരു രൂപരേഖയായിട്ട്, ഔട്ട്ലൈനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ട്ലൈൻ നമ്മൾ മനസ്സിൽ വെച്ച് ഈ പോർഷനെ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ, പഠന വിധേയമാക്കി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിക്കും. ആ വിഷയങ്ങൾ, ചില കാര്യങ്ങൾ നമുക്കിന്ന് ഒരുമിച്ച് പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ 7 കാര്യങ്ങൾ ഞാനൊരു 4 സെക്ഷനായിട്ട് അങ്ങോട്ട് ചുരുക്കിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ പഠനം ഈസിയാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ യേശു സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ, 31 വാക്യം. അവിടെ പറയുന്ന ആ പ്രയോഗങ്ങൾ കർത്താവ് നിക്കോദെമസിനോട് അതിന്റെ 11 മുതൽ 13 വരെ വാക്യങ്ങളിൽ പറഞ്ഞ അതേ വാക്യങ്ങളെ യോഹന്നാൻ ഇവിടെ എടുത്തുദ്ധരിക്കുക. എന്ന് പറഞ്ഞാൽ നിക്കോദെമസുമായിട്ടുള്ള
ആ കർത്താവിന്റെ സംസാരത്തിന്റെ ഒരു സമ്മറിയാണ് യോഹന്നാൻ ഇവിടെ നമുക്ക് തരുന്നത്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ നിക്കോദോമസിനോട് എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് കൃത്യമായി പറഞ്ഞു എന്ന് നമുക്കറിയില്ല. പക്ഷെ യോഹന്നാൻ ആ കാര്യങ്ങളെ കൃത്യമായിട്ട് ദൈവാത്മാവിൽ രേഖപ്പെടുത്തി തരുമ്പോൾ അതിന്റെ അന്തസത്ത, അതിന്റെ അകക്കാമ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആ വിഷയത്തിൽ ഇവിടെ പറയുമ്പോൾ 31-ാം വാക്യത്തിൽ വരുമ്പോൾ, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ. കർത്താവ് അവിടെ 11-ാം വാക്യത്തിൽ പറയുന്ന വിഷയം ഭൗമികമായത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ സ്വർഗീയമായത് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുന്നതാണ് നിക്കോദെമസിനോട് ചോദിക്കുന്നത്. എന്നാൽ യോഹന്നാൻ അതിന്റെ ആശയം എന്താണ് ദൈവം അവിടെ ഉദ്ദേശിച്ചത്, അല്ലെ കർത്താവ് ഉദ്ദേശിച്ചത് എന്ന് ഈ 31-ാം വാക്യത്തിൽ പറയുകയാണ്. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കർത്താവിനെ കുറിച്ച് യോഹന്നാൻ ഇവിടെ പറയുന്നത്. കർത്താവിന്റെ മനുഷ്യാവതാരം, അല്ലെങ്കിൽ കർത്താവ് ഇപ്പോൾ ജഡത്തിലാണ് വെളിപ്പെട്ടിരിക്കുന്നത്. യേശു എന്നുള്ള നിലയിൽ കർത്താവ് നിൽക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ഭൗമിക ജഡത്തിൽ കർത്താവ് നിൽക്കുകയാണ്. ആ കർത്താവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യോഹന്നാൻ അവിടെ എടുത്തു പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇദ്ദേഹം അല്ലെങ്കിൽ യേശു കേവലം മറിയയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു മനുഷ്യൻ മാത്രമല്ല, അവൻ മേലിൽ നിന്നുള്ളവൻ, മുന്നമേ എക്സിസ്റ്റ് ചെയ്തവൻ, നിലനിൽക്കുന്നവൻ, ദൈവമാണ് എന്നുള്ള വിഷയം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം വളരെ വ്യക്തമായിട്ട് ഊന്നിപ്പറയുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ആ വിഷയം നമ്മൾ ഇത് വായിക്കുന്നവർ വ്യക്തമായിട്ട്, നമ്മൾക്കറിയാം സുവിശേഷം നമ്മൾ പറയുമ്പോൾ യേശു ക്രിസ്തു ദൈവമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു, അതൊക്കെ വസ്തുതാപരമായ വിഷയം. പക്ഷെ അത് എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. യോഹന്നാൻ ഈ വിഷയം പറഞ്ഞു വരുന്നതിനകത്ത് വളരെ പ്രാധാന്യം ആ നിലയിലുണ്ട്. താഴോട്ട് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്നവനായി, രണ്ടാമത്തെ വിഷയം സ്വർഗത്തെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. 31-ാം വാക്യം. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ 7 പോയിന്റ് നമ്മൾ 4-ആയിട്ട് ഒന്ന് ചുരുക്കി. ആദ്യത്തെ ഒരു വിഷയം, സ്വർഗത്തിൽ നിന്ന് വന്നവൻ സ്വർഗത്തിനെ കുറിച്ച് അല്ലെങ്കിൽ സ്വർഗീയ പിതാവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. ആ സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്ന പ്രത്യേകത എന്താണ്? താൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദൃക്സാക്ഷി അല്ലെങ്കിൽ അനുഭവസ്ഥനാണ് നമ്മളോട് സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് നിൽക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. സ്വർഗീയ ഒറിജിൻ, ഹെവൻലി ഒറിജിൻ അത് കർത്താവിനുണ്ട്. ആ സ്വർഗീയ ഒറിജിനിൽ നിന്നുകൊണ്ട് കർത്താവ് അവിടെ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട് കർത്താവ് പറയുന്ന വിഷയങ്ങൾക്ക് ആധികാരികതയുണ്ട്. സ്വർഗീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് കർത്താവ് പറയുന്ന വിഷയങ്ങൾക്ക് ആധികാരികതയുണ്ട്. താൻ അതിന്റെ ഉപജ്ഞാതാവും താൻ അതിന്റെ ദൃക്സാക്ഷ്യമാണ് എന്നുള്ള വിഷയം ഇവിടെ ഓർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയം പഠിച്ചു വരുമ്പോൾ കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യങ്ങൾ അത് ഒന്നുകൂടെ വിശകലനം ചെയ്യണം. നമുക്കറിയാം യേശുക്രിസ്തു ദൈവമാണെന്ന് പറയാം. അതൊരു കാഷ്വലായിട്ട് ഒരു ബാഹ്യമായിരിക്കുന്ന ഒരു വാചകത്തിന്റെ ഭാവം ഹൃദയത്തിലേക്ക്, ആഴങ്ങളിലേക്ക് ആ ചിന്താഗതി കടന്നു ചെല്ലുമ്പോഴാണ് ഈ രക്ഷയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ സ്വർഗത്തിൽ നിന്ന് വന്നവനെ, ഇതേ വിഷയം തന്നെ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 1:20 പറയുന്നുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നു എന്നുള്ള വിഷയം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1 പത്രോസ് 3:22 പത്രോസ് അപ്പോസ്തലനും ഇതേ വിഷയം, യേശു ക്രിസ്തു സ്വർഗീയനാണ് എന്നുള്ള വിഷയം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല, നമുക്കറിയാവുന്ന വാക്യങ്ങളായതുകൊണ്ട് ആ വിഷയം വിടുന്നു. ആ റെഫറൻസിന് വേണ്ടി പറഞ്ഞു. എഫേസ്യ ലേഖനം 1-ാം 20 മുതൽ 22 വരെ, 1 പത്രോസ് 3:22. അപ്പൊ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നവനായി രക്ഷാമാർഗമായി ഒരിക്കൽ സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേനും യോഹന്നാൻ കർത്താവിനെ സ്വർഗത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് തേജോരൂപിയായിട്ട് നിൽക്കുന്ന മനുഷ്യപുത്രനായിട്ട്, അർക്കപ്പെട്ട കുഞ്ഞാടായിട്ടൊക്കെ യോഹന്നാൻ കർത്താവിനെ ചിത്രീകരിക്കുന്നു. എങ്കിലും അവിടെ മഹത്വമണിഞ്ഞവനായ കർത്താവായിട്ടാണ് യോഹന്നാൻ കർത്താവിനെ വെളിപ്പെടുത്തുന്നത്. ഇതിന്റെ ഒരു ഹൃദ്യത അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വീണ്ടെടുപ്പ് ഒരുക്കിയിട്ട് പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോഴും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് തങ്ങളുടെ വീണ്ടെടുപ്പിനെ വീണ്ടും വീണ്ടും ഓർക്കത്തക്ക നിലയിൽ ഒരു വീണ്ടെടുപ്പിന്റെ മുദ്ര നമ്മുടെ കർത്താവിന്റെ കൈകാലുകളിലുണ്ട്. എന്നാൽ അതേസമയം തന്നെ കർത്താവ് ദൈവം എന്നുള്ള നിലയിൽ തേജരൂപിയെ നിൽക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് അനുഗ്രഹീത ചിത്രം നമ്മുടെ ഇന്നത്തെ ഈ ലഘുവായ ബുദ്ധി കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് കർത്താവിനെ നമുക്ക് ശരിയായ നിലയിൽ ആ നിലയിൽ ദർശിക്കാൻ സാധിക്കുക. പക്ഷെ അവിടെ കാണേണ്ട രണ്ട് വിഷയം, ഒന്ന് കർത്താവിന്റെ ദൈവത്വം, ദൈവിക മഹത്വം അതിന്റെ പൂർണ്ണതയിൽ അവിടെ വെളിപ്പെടുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് രക്ഷിതാവാണ് എന്നുള്ള നിലയിൽ, മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ കർത്താവിന്റെ കയ്യിൽ
ആണ് പഴുതുള്ള നിലയിൽ, അല്ലെ അത് യോഹന്നാൻ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകത്തക്ക നിലയിലാണ് അറുക്കപ്പെട്ട കുഞ്ഞാടാണ് എന്ന് ഹൃദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം എഴുതി വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കർത്താവിനെ ഇത് വായിക്കുന്നവർ രക്ഷിതാവായി അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കണം എന്നുള്ള ആശയത്തിലാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ യോഹന്നാൻ പ്രത്യേകിച്ച് പറയുന്ന വിഷയം, യേശു സ്വർഗത്തിൽ നിന്നുള്ളവനാണ്, സ്വർഗത്തിലുള്ള വിഷയങ്ങൾ കാണുകയും കേൾക്കുകയും അത് കൃത്യമായിട്ട് സാക്ഷീകരിക്കുകയും ചെയ്യുന്നവനാണ് ഈ കർത്താവ്. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ചുള്ള കർത്താവിന്റെ സാക്ഷ്യം അത് വിശ്വാസ്യമാണ്, കൃത്യമാണ്, 100% ശരിയാണ് എന്നുള്ളതാണ് യോഹന്നാന്റെ ആർഗ്യുമെന്റ്. ഇനി രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു കാര്യം പ്രത്യേകിച്ചും എടുത്തു പറയുകയാണ്, അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നാം. 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു, അവിടെ യോഹന്നാന്റെ ശിഷ്യന്മാർ യോഹന്നാന്റെ അടുക്കൽ വന്നിട്ട് യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നതിൽ കൂടുതൽ ആളുകൾ എല്ലാവരും യേശുവിന്റെ അടുക്കിലേക്ക് പോകുന്നു എന്നുള്ള പ്രശ്നം. അപ്പോൾ അത് എഴുതിയ യോഹന്നാൻ അടുത്ത പാരഗ്രാഫിൽ എഴുതി വെക്കുകയാണ്, അവന്റെ സാക്ഷ്യം ആരെയും അപ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നവരും യേശുവിനെ കൈക്കൊണ്ടവരും, ഈ രണ്ട് കാറ്റഗറി നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നവരൊക്കെ യേശുവിൽ വിശ്വസിച്ചവരാണെന്ന് അർത്ഥമില്ല. യേശുവിന്റെ നാമം പറയുന്നവരൊക്കെ വിശ്വസിച്ചവരാണെന്ന് അർത്ഥമില്ല. ഇതാണ് ഇവിടുത്തെ ആശയം. എല്ലാവരും അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. 33-ാം വാക്യത്തിൽ വരുമ്പോൾ അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവൻ സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. അത് വിശ്വസിക്കുന്നവരുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഇന്ന് യേശുവിന്റെ അടുക്കിലേക്ക് ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. നമ്മൾ യേശുവിന്റെ അടുക്കൽ വന്നവരാ. ഈ യേശുവിന്റെ അടുക്കൽ നമ്മൾ എന്തിനു വന്നു, എങ്ങനെ വന്നു എന്നത് നമ്മൾ വീണ്ടും വീണ്ടും ശോധന ചെയ്യണം. അത് രക്ഷ സംശയിക്കുന്നതോ രക്ഷയുടെ ഭദ്രത സംശയിക്കുന്ന ഒരു വിഷയമല്ല, പക്ഷെ നമ്മുടെ രക്ഷ ഉറപ്പാക്കുന്ന ഒരു വിഷയം. എന്തിനു വേണ്ടിയാ? ചിലർ കടബാധ്യത മാറാൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ചിലർ അവന്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം അവന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇനി യേശുവിന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ അനേകരും അവിടെയുണ്ട്. അപ്പോൾ ഈ സ്നാനപ്പെടുവാനായിട്ട് വന്നു കഴിയുമ്പോൾ അവരൊരു ആവേശത്തിൽ വന്നവരോ കൂട്ടത്തോടെ വന്നു. ഈ കൂട്ടത്തിൽ ഓടുക എന്ന് പറയുമല്ലോ, നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഈ ബാലസംഘം ക്യാമ്പ്, ഞാൻ ബാലസംഘത്തെ ഒന്നും വിമർശിക്കാൻ ആരും ചിന്തിക്കരുത്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഇപ്പം ഈ ബാലസംഘം ക്യാമ്പുകൾ അല്ലെ YME മിഷണറി ചലഞ്ച് കോൺഫറൻസുകളൊക്കെ നടക്കുമ്പോൾ ഈ ഓൾട്ടർ കോൾ അല്ലെങ്കിൽ ആഹ്വാനം കൊടുക്കുമ്പോൾ 1-2 പേർ ആദ്യം അങ്ങ് എഴുന്നേൽക്കും. അത് കാണുമ്പം ആ മോട്ടിവേഷനിൽ പുറകെ നിൽക്കുന്ന കുറച്ച് പേര് അങ്ങ് എഴുന്നേൽക്കും. കൂട്ടത്തിൽ കൂടുക എന്ന് പറയും. അത് കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ ആ ശുശ്രൂഷകളെ കുറ്റപ്പെടുന്നതല്ല, പക്ഷെ നമ്മുടെ മനോഭാവത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ നിലയിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ സ്വർഗത്തിൽ പോകാം എന്നുള്ള ആഹ്വാനം കേൾക്കുമ്പോൾ ചാടി എണീറ്റ് സ്വർഗത്തിൽ പോകാൻ പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. അങ്ങനെ കൈകൊക്കെ രക്ഷിക്കപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്. നമ്മുടെ ഒത്തിരി കുഞ്ഞുങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷേ ഇവര് ശരിയായ നിലയിൽ കർത്താവിൻ്റെ മഹത്വം, വല്ലഭത്വം, കർത്താവിന്റെ വീണ്ടെടുപ്പ് പദ്ധതി, അവന്റെ പാപാവസ്ഥ, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ശരിയായ ഒരു മാനസാന്തരത്തിലാണോ വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ 26-ാം വാക്യത്തിൽ 3:26 യേശുവിന്റെ കൈക്കീഴിൽ യോഹന്നാൻ സ്നാനപ്പെടുത്തിയവരെക്കാൾ കൂടുതൽ ആളുകൾ അവിടെ വരുന്നുണ്ട്. പക്ഷെ കർത്താവ് ഗസമന തോട്ടത്തിലേക്ക് വന്ന് കർത്താവ് പരീക്ഷാ കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവിനെ പിൻപറ്റിയവരിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും കർത്താവിനെ ഞാൻ കർത്താവിന്റെ കൂടെയാണെന്ന് പറയാൻ ചുരുക്കം പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ ശിഷ്യന്മാർ പോലും ഭയപ്പെട്ട് വിട്ടുപോയി നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് പെന്തക്കോസ്ത് വരുമ്പോഴും അവിടെ പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ പുതിയൊരു കൂട്ടം ആളുകളാണ് മാനസാന്തരപ്പെട്ട് വരുന്നത്. ഈ അനുഗമിച്ച ആളുകളല്ല. അവർ വന്നത് ഭക്ഷണത്തിന് വേണ്ടി 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു, കുരുടർക്ക് സൗഖ്യം കൊടുത്തു. ഇവരൊക്കെ രോഗസൗഖ്യം, ആഹാരം, കടബാധ്യത മാറൽ, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി യേശുവിനെ അനുഗമിച്ചവരാ. ഇന്നും ഇഷ്ടംപോലെ ന്യൂ ജനറേഷൻ ചർച്ചസ് ഉണ്ട്. എല്ലാ പെർവേർഷൻസ് അനുവദിക്കും. പ്രൈസ് ദി ലോർഡ് പറഞ്ഞാൽ മതി. വേർപാടുകാരെ കുറിച്ചൊരു കുഴപ്പമുണ്ട്, നിങ്ങളെല്ലാം കൂടി 10 പേരേ ഉള്ളൂ. പക്ഷെ ഈ 10 എണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിലല്ല. പണ്ടാണ് 10 എന്ന് പറഞ്ഞാൽ അകക്കാൻ പാട് 10 ഇപ്പൊ എന്തുണ്ട്? ഇപ്പൊ ഈ 10ന്റെ പ്രശ്നം, ഞങ്ങൾക്ക് ഇങ്ങനെ 10ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് മാസ് കമ്മ്യൂണിറ്റിയിലേക്ക് ഞങ്ങൾക്ക് മിങ്കിളിച്ചായി പോകണമെന്നൊരു ചിന്ത നമുക്ക്. അപ്പൊ ഇതിന്റെ ഭവിഷ്യത്താണ് യോഹന്നാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ദൈവാത്മാവ് കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. യേശു സ്നാനപ്പെടുത്തുന്നിട്ട് ഒത്തിരി ആളുകൾ സ്നാനപ്പെട്ടു, പക്ഷെ അതേ വാക്ക് രേഖപ്പെടുത്തി യോഹന്നാൻ പറയുകയാണ്, ആരും അവനെ കൈക്കൊണ്ടില്ല.
ആരും അവനെ കൈക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ആശയം എന്താ? യേശു ക്രിസ്തു വാസ്തവത്തിൽ എന്തായിരിക്കുന്നു അത് മനസ്സിലാക്കി കർത്താവിനെ അംഗീകരിച്ചവർ വളരെ ചുരുക്കമാണ്. ഇപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇപ്പൊ സൺഡേ സ്കൂളിൽ പോയി ഏറ്റു പറഞ്ഞത് കൈപ്പൊക്കെ രക്ഷിക്കപ്പെട്ടത് അങ്ങനെയൊന്നും ആരും എന്നെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. രക്ഷ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷെ നമ്മൾ നമ്മുടെ രക്ഷ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നമ്മളെ തന്നെ പരിശോധിപ്പിൻ. ആ ദൈവത്തിന്റെ ആത്മാവ് കൊരിന്ത്യയിൽ 2 കൃത്യമുണ്ട്. അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? രക്ഷിക്കപ്പെട്ടവരെല്ലാം രക്ഷഭദ്രമാണ്, നേരെ സ്വർഗത്തിലോട്ട്. അപ്പൊ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് ചോദിക്കാൻ കാരണം എന്താ? എഫേസ്യ ലേഖനത്തിൽ അല്ല, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്ന് പറയുന്നുണ്ട്. അത് വിശ്വാസികൾ തമ്മിലുള്ള എഫേസ്യ സഭയ്ക്ക് സംഭവിച്ച ആത്മീക അപജയം അല്ലെങ്കിൽ പരാജയത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട നാളിൽ ഉണ്ടായിരുന്ന രക്ഷ വാസ്തവമായ രക്ഷയായിരുന്നോ അതോ രക്ഷയുടെ ഭാവമായിരുന്നോ എന്ന് നമ്മൾ വ്യക്തിപരമായി ശോധന ചെയ്യണമെന്ന് ഈ വാക്യം ഓർപ്പിക്കുന്നു. കാരണം ഈ കൂട്ടത്തിൽ കൂടി കൈപൊക്കുകയും കൂട്ടത്തിൽ കൂടി തീരുമാനം എടുക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ആവേശത്തിന്റെ പുറത്ത്, വികാരത്തിന്റെ പുറത്ത്. വികാരമല്ല രക്ഷയ്ക്ക് അടിസ്ഥാനം. വികാരം അവിടെ ഉണ്ട്, പക്ഷെ വികാരത്തിനല്ല, ബോധ്യത്തിനാണ് പ്രാധാന്യം. എന്താണ് ബോധ്യം? യോഹന്നാൻ പറയുകയാണ് യേശു ക്രിസ്തു സ്വർഗീയനാണ്, ദൈവപുത്രൻ, തന്റെ ഏകജാതനായ പുത്രൻ എന്ന് ഈ 16-ാം വാക്യത്തിൽ പറഞ്ഞതിന് ശേഷം യോഹന്നാൻ ആ വിഷയം സമ്മറൈസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ പറയും, ഒറ്റ വാക്കിൽ പറയാണ് യേശു ക്രിസ്തു മേലിൽ നിന്നുള്ളവനായി എല്ലാവർക്കും മീതെയുള്ളവനായി എന്ന് പറയുന്നത് അവൻ സർവശക്തനായ ദൈവമാണ് എന്നുള്ള വിഷയം. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കുക എന്നുള്ളതാണ്. എല്ലാവരും യേശു ദൈവമാണെന്ന് വിശ്വസിച്ച നാമധേയ ക്രൈസ്തവരും എല്ലാവരും യേശു ദൈവമാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ വിഷയം എവിടെയാ? യേശുവിലേക്ക് ചെല്ലുവാൻ മധ്യസ്ഥന്മാർ വേണം, രക്ഷയ്ക്ക് വിശ്വാസം മാത്രം പോലെ പ്രവൃത്തി വേണം. ഇങ്ങനെ പല വിഷയങ്ങളും അതിനോട് ചേർത്ത് വെക്കുമ്പോൾ ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ മാറിപ്പോകുന്നു. എന്നാൽ അങ്ങനെയല്ല. യോഹന്നാൻ കൃത്യമായിട്ട് യേശു ദൈവമായതുകൊണ്ട്, മേലിൽ നിന്നുള്ളവനായതുകൊണ്ട്, അവൻ എല്ലാവർക്കും മീതെ അധികാരിയായതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അവിടെ പറയുന്ന വിഷയം അതല്ല, തൊട്ട് പറയാം, അവൻ പറയുന്ന സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. കാരണം എന്താ? സ്വർഗത്തിൽ നിന്ന് വന്നവനായതുകൊണ്ട് സ്വർഗത്തെ കുറിച്ച് പറയുന്ന സാക്ഷ്യം വിശ്വാസ്യമാണ്. ആ യോഹന്നാന്റെ പോയിന്റ് ഓഫ് ആർഗ്യുമെന്റ് അതാണ്. അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട്, സുവിശേഷം നിങ്ങൾ ആരെങ്കിലും സ്വർഗത്തിൽ പോയിട്ടുണ്ടോ? നമുക്ക് വാക്യം, നമ്മളാരും സ്വർഗത്തിൽ പോയിട്ടില്ല. ഇനി പോയവരാരും വന്നിട്ടുണ്ടോ? വന്നിട്ടുമില്ല. അപ്പൊ നമുക്ക് വാക്യം. പക്ഷെ ഇവിടെ പറയുകയാണ്, ഇരുന്നവനും വന്നവനും വീണ്ടും അങ്ങോട്ട് പോയവനുമായവൻ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം കൃത്യമാണ്. അപ്പൊ സ്വർഗത്തെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചും സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന വീണ്ടെടുപ്പിനെ കുറിച്ചും യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 100% വിശ്വാസ്യമാണ്. അത് ദൃക്സാക്ഷ്യ വിവരമാണ് എന്ന് പറയുന്നു. നമുക്കറിയാം, ഇന്ന് അനേകര് ഞാൻ മരിച്ചു ഇങ്ങനെ കിടന്നപ്പോൾ നേരെ സ്വർഗീയ ദർശനത്തിൽ പോയി അവിടെ ഇങ്ങനെ വെളിച്ചം കണ്ടു, പ്രകാശം കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളും അത് കേട്ടു ആവശ്യം എന്ന് പറഞ്ഞാൽ പുളകിതരാകാറുണ്ട്. സ്വർഗീയ ദർശനം അത് സ്വപ്നാടനം നമുക്ക് പറയാൻ പറ്റുക. തലയ്ക്ക് നല്ലൊരു അടി കിട്ടിയാൽ അപ്പം അൺകോൺഷ്യസ് ആവും. അപ്പം നമ്മൾ സ്വർഗീയ ദർശനം ഉണ്ടാവും. ആവശ്യമില്ലാത്ത വെളിച്ചം കാണും, ചിലപ്പോൾ ഇരുട്ട് കാണും, ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ഇവിടുത്തെ വിഷയം സ്വർഗീയ ദർശനം കണ്ടവർ എങ്ങനെയാണ് പ്രതികരിച്ചത്. അതിന് ബൈബിളിൽ കർത്താവ് സ്വർഗത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. അത് ഞാൻ മാനുഷിക പ്രതികരണം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. നമ്മൾ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 12-1 മുതൽ 10 വരെ വാക്യങ്ങൾ സ്വർഗത്തിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പൗലോസ് പറയുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്ന വിഷയം മാത്രം നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിനെ കണ്ടെന്നോ ആണിപ്പൊഴുത് കണ്ടെന്നോ തേജസ്സുള്ള മുഖം കണ്ടെന്നോ ഒന്നും പൗലോസ് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്കൊരു ശൂലം കിട്ടിയിരിക്കുന്നു. എൻ്റെ ഏറ്റവും ലളിതമായ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, ജീവനോടെ ഒരു വ്യക്തി സ്വർഗീയ ദർശനം കണ്ടാൽ ആ വെളിപ്പാടുകളുടെ ആധിക്യം മൂലം നിഗളിക്കാതിരിക്കാൻ ഒരു ശൂലം അവന് കിട്ടിയിരിക്കും. അപ്പൊ ബാക്കിയുള്ള പ്രഹസനങ്ങളൊക്കെ പ്രഹസനങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും സ്വർഗം കണ്ടു, വെളിച്ചം കണ്ടു, പ്രകാശം കണ്ടു, കർത്താവിനെ ക്രൂശിതനായി കണ്ടു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇമാജിനേഷനാണ്. കർത്താവ് ഇപ്പോൾ ക്രൂശിതനായിട്ടല്ല സ്വർഗത്തിൽ ഇരിക്കുന്നത് എന്നുള്ള അടിസ്ഥാന ബോധ്യമെങ്കിലും നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. കർത്താവ് ഇപ്പോൾ സിംഹാസനസ്ഥനാണ്. അവിടെ ദൂതന്മാരും മൂപ്പന്മാരും ജീവികളൊക്കെ വീണ് നമസ്കരിക്കുക. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ പൗലോസ് പറഞ്ഞു വരുന്ന വിഷയം, സ്വർഗത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ സാക്ഷ്യം അത് 100% ശരിയാണ്. ഇനി കർത്താവ് എന്താണ് സാക്ഷ്യം പറഞ്ഞത്? അവിടെ പൊതുജനത്തിന്റെ അഭിപ്രായം നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന്റെ സാക്ഷ്യം ശരിയാണോ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഭൂരിഭാഗം പേരും കർത്താവിൽ വിശ്വസിച്ചില്ല എന്നുള്ള പോയിന്റ് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. ഇനി നമ്മൾ അതിന്റെ 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 32-ൽ വായിച്ചു, അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല, അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. അപ്പം ഈ വിശ്വസിക്കുന്നവൻ മുദ്രയിടുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കർത്താവിന്റെ സാക്ഷ്യം സത്യമാണെന്ന് അവൻ അംഗീകരിക്കുന്ന അതിന്റെ ആശയം.
അപ്പം ഇത് ഒത്തിരി എല്ലാവർക്കും ഈ സുവിശേഷം കേൾക്കുന്നുണ്ട്. എല്ലാവരോടും സുവിശേഷം ഒന്നെങ്കിൽ ഒരു പ്രസംഗം വഴിയായിരിക്കാം, ഓഡിയോ മെസ്സേജ് വഴിയായിരിക്കാം, ട്രാക്റ്റ് വഴിയായിരിക്കാം. ഏത് നിലയിലായാലും ഒരു വ്യക്തി സുവിശേഷം കേൾക്കുമ്പോൾ അത് മുദ്രയിടുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നു, അത് സത്യം എന്ന് വിശ്വസിക്കുന്നു എന്നുള്ള ആശയത്തിലാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവൻ സത്യവാൻ എന്നുള്ളതിന് മുദ്രണം എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിതാവ് അയച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെ ഈ വിശ്വസിക്കുന്ന വ്യക്തി, കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തി ഈ വിഷയങ്ങൾ സത്യമാണ് എന്ന് അംഗീകരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ആശയം. ഇനി 34 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ദൈവം അയച്ചവൻ, നമ്മൾ 7.8 വിഷയം പറഞ്ഞു, അതിനെ ഞാൻ ഒന്ന് സമറൈസ് ചെയ്ത് അതിന്റെ ഓർഡറിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. കർത്താവിനെ കുറിച്ചാണ് ഈ വിഷയം പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ദൈവം അല്ലെങ്കിൽ പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു എന്ന പ്രയോഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ 39 തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യോഹന്നാൻ നമ്മൾ ആദ്യം കണ്ടു 20-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ പറഞ്ഞത് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ച് അംഗീകരിക്കേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ള വിഷയം ബോധ്യപ്പെടുത്തുവാനായിട്ട് 39 പ്രാവശ്യം ഈ യേശു ക്രിസ്തുവിനെ പിതാവ് പുത്രനെ അയച്ചു എന്നുള്ള വാക്യം നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇവിടെ രണ്ടാമത്തെ വാക്യം പറയുന്നത് ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിന് മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ടുള്ള സന്ദേശമാണ് പുത്രൻ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആളത്വപരമായിട്ട് കർത്താവിനെ, ഈ 3 വ്യക്തിത്വങ്ങളെ ആളത്വപരമായിട്ട് കാണുമ്പോൾ കർത്താവ് ഇപ്പോൾ മനുഷ്യപുത്രനായിട്ട്, ദൈവപുത്രനാണ്, അതേസമയം മനുഷ്യപുത്രനായിട്ട് ജഡത്തിൽ നിൽക്കുമ്പോൾ പിതാവിനാൽ അയക്കപ്പെട്ടു എന്നുള്ള സ്ഥാനീയ പദവിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് പറയുന്ന വിഷയങ്ങൾ പിതാവ് പുത്രനെ ഏൽപ്പിച്ച സന്ദേശമാണ് എന്നതാണ് അവിടെ പ്രത്യേകിച്ച് പറയുന്നത്. 34-ാം വാക്യത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ആ വിഷയത്തിന് സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്ന വിഷയം അതിന്റെ 2-ാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ 2 നിലയിൽ നമുക്കിത് ചിന്തിക്കാം. പക്ഷെ ഇവിടെ പശ്ചാത്തല പ്രകാരം യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ തന്റെ ദൈവത്വം എന്നുള്ളതാണ് യോഹന്നാൻ എടുത്തുകൊണ്ടിരുന്ന വിഷയം. അപ്പോൾ സ്നാന സമയത്ത് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്നതുപോലെ വെളിപ്പെട്ടു എന്ന് നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളിപ്പെട്ടു വന്ന പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത 100% അളവിൽ കർത്താവിൽ വസിക്കുന്നു എന്നതാണ് ഇവിടെ യോഹന്നാൻ പ്രാഥമികമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, പിന്നീട് നമ്മൾ ദൈവവചനം മുമ്പോട്ടുള്ള വിഷയങ്ങൾ പഠിച്ചു വരുമ്പോൾ ദൈവവചനം രേഖപ്പെടുത്തുന്നതിൽ പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നത്, സഭയെ കൃപാവരങ്ങൾ നിറയ്ക്കുന്നതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ മനുഷ്യപുത്രനായി വന്നിരിക്കുന്ന യേശു കർത്താവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം 100% ആളത്വപരമായി ഉണ്ടായിരുന്നു. യേശു കർത്താവ് ദൈവമാണ്, എന്നാൽ അതേ സമയത്ത് മനുഷ്യപുത്രനായി വരുമ്പോൾ നമുക്ക് പ്രതിപുരുഷനായി, നമ്മളെ പോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഭൂമിയിൽ നിൽക്കുമ്പോൾ കർത്താവിൽ വ്യാപരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി 100%. അതിന്റെ പ്രായോഗിക ഗുണപാഠം എന്ന് പറഞ്ഞാൽ വിശ്വാസികളായിരിക്കണം നാം നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ ഈ ഒരു നിറവിന്റെ അനുഭവത്തിലേക്ക് വരണം. അപ്പോൾ സംഭവിക്കുന്ന വിഷയം എന്താണ്? സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന വിഷയങ്ങൾ സത്യസാക്ഷ്യങ്ങളായിരിക്കും. ഈ കർത്താവിന്റെ ജീവിതം തന്നെയാണ് എൻ്റെ സാക്ഷ്യം, എൻ്റെ ജീവിതം തന്നെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ പ്രസംഗത്തെക്കാൾ കർത്താവിന്റെ ജീവിതമായിരുന്നു അന്നത്തെ സാക്ഷ്യം. അപ്പോൾ വിശ്വാസികളായിരിക്കും നമ്മുടെ ജീവിതം ഇന്നത്തെ ലോകത്തിന് വിശ്വാസത്തെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ കർത്താവ് ആത്മാവിനെ അളവ് കൂടാതെ കൊടുത്തു എന്ന് പറഞ്ഞു. ഇനി കർത്താവിലുള്ള സ്വർഗീയ അവസ്ഥയെക്കുറിച്ച് ഇവിടെ 2 പ്രായോഗിക കാര്യം കൂടെ ഈ വിഷയത്തോട് ചേർത്ത് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിലോട്ട് പോകാം. ഈ 34-ാം വാക്യത്തില് ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അപ്പൊ നമ്മോടുള്ള ബന്ധത്തിൽ 2 പോയിന്റ് അതൊന്ന് നമ്മുടെ പഠനത്തിന് വേണ്ടി പറയാം. ദൈവവചനത്തോട് നമ്മൾ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് വചനം പ്രസ്താവിക്കാൻ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം അയച്ചിട്ടാണ് കർത്താവ് വന്നത്, ദൈവം ഫലമേൽപ്പിച്ച വചനമാണ് കർത്താവ് പ്രസ്താവിച്ചത്. അപ്പോൾ ദൈവവചനം സംസാരിക്കുമ്പോൾ വചനം അതായിരിക്കുന്നത് പോലെ തന്നെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പഠിപ്പിച്ചാൽ തല പോകും. യോഹന്നാന്റെ തല പോയത് നമുക്കറിയാം.
ഇരമ്യാവിന്റെ തല പോയത് പൊട്ടക്കൻ്റെ ഇട്ടത് അറിയാം. പ്രവാചകന്മാരൊക്കെ അവസ്ഥയാ. ഏലിയാവ് മരുഭൂമി പോയിരിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? യേസബലിനോട് കൂടെ നിന്നാൽ മതിയായിരുന്നു, എല്ലാം ഓക്കെ ആയാനെ, ലക്ഷങ്ങൾ കയ്യിലോട്ട് വന്നേനെ. പക്ഷെ എന്ത് സംഭവിച്ചു? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാക്ക വരേണ്ട ആവശ്യം വന്നു. പക്ഷെ ആ കാക്ക കൊണ്ടുവന്ന ആഹാരത്തിന് ആ പ്രവാചകന് നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ദൈവം അയച്ചിട്ട് വന്നു. ദൈവം അയച്ചിട്ടാണ് നാം ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുന്നതെങ്കിൽ, അത് സുവിശേഷ വേലയാകാം, ഇടയ വേലയാകാം, വചന ശുശ്രൂഷയാകാം, സൺഡേ സ്കൂളാകാം, ഏത് ശുശ്രൂഷയുമാകാം. അത് ചെയ്യുമ്പോൾ ദൈവം അയച്ചിട്ടാണ് ഞാൻ ആ ശുശ്രൂഷ ചെയ്യുന്നത് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ, ദൈവം അറിയിച്ച വചനം കളങ്കമില്ലാതെ മായമില്ലാതെ കൃത്യമായിട്ട് പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് പിതാവ് എന്നെ അയച്ചു. ഇനി എന്താ പറയുന്നേ? ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അപ്പൊ ദൈവവചനം കർത്താവ് പറയുന്നുണ്ട്, ദൈവവചനം ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്നതുപോലെ സംസാരിക്കണം. ഇന്ന് മനുഷ്യനെ സൂചിപ്പിക്കാനാ പ്രസംഗം. കാരണം വിശ്വാസിക്ക് വല്ല മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷ നിന്നു, എല്ലാം നിന്നു, ആകെപ്പാടെ ഐസൊലേഷൻ ആവും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ശുശ്രൂഷകന്മാരൊക്കെ നിങ്ങൾ എല്ലാവരും നല്ലവരാണ്, ഭക്തന്മാരാണ്, ദൈവസ്നേഹമാണ്, കൃപയുള്ളവരാണ്, നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ല, നിങ്ങളെല്ലാം വിശുദ്ധന്മാരാണ്. പക്ഷെ എന്താണ് പ്രശ്നം? ഈ പാവക്കടം മുഴുവൻ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി ഇവർക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇവരിങ്ങനെ വീർത്ത് 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 പൊട്ടി മലീമസമായി തീർന്ന ഒരു അവസ്ഥയിലേക്ക് വിശ്വാസകോളം വരുന്നു. അങ്ങനെ വരുവാനായിട്ട് പാടില്ല. ഇവിടെ നമുക്ക് ലഭിക്കുന്ന പ്രായോഗിക പാഠം, ദൈവം നമ്മളെ കർത്താവിനെ അയച്ചതുപോലെ കർത്താവ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം അയച്ചിരിക്കുന്ന വചനം പ്രസ്താവിക്കുമ്പോൾ വചനത്തോട് വിശ്വസ്തത പുലർത്തണം. രണ്ടാമത്തെ വിഷയം, കർത്താവ് തന്റെ ശുശ്രൂഷയിൽ ആത്മനിറവിൽ ശുശ്രൂഷ ചെയ്തതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധാത്മ നിറവിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയെത്തീരണം. അല്ലെങ്കിൽ ശുശ്രൂഷകൾക്ക് പരിശുദ്ധാത്മാവിൽ ഡിപ്പെൻഡ് ചെയ്യണം, ആശ്രയിക്കുവാനായിട്ട് ഇടയാണ്. അതേത് ശുശ്രൂഷയാണെങ്കിലും നമ്മൾ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ, രാവിലെ ആരാധനയ്ക്ക് പോകുമ്പോൾ, പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി ആത്മാവിന്റെ സന്നിധിയിൽ വിധേയപ്പെടുന്ന അനുഭവം ഉണ്ടെങ്കിലേ ദൈവത്തിന് പ്രസാദകരമായ ആരാധന ഉണ്ടാകും. അതാണ് അതിന്റെ ആശയം. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഗലാത്യ ലേഖനം 5:22, 23 വാക്യങ്ങളിൽ പറയുന്ന ആത്മാവിന്റെ ഫലങ്ങൾ കാണുവാനായിട്ട് ഇടയാകും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ ഈ ഫലങ്ങളെ അന്യം നിന്ന് പോയിരിക്കുക. ഈ പണ്ട് നമ്മൾ അന്യഭാഷ നിന്നുപോയി എന്ന് പറയുന്നത് പോലെ ഈ ആത്മാവിന്റെ ഫലങ്ങൾ മുഴുവൻ അന്യം നിന്ന് പോയിട്ട് ഈർഷ്യയും പകവും പിണക്കയും വിദ്വേഷവും ഭിന്നിപ്പും ഭിന്നപക്ഷങ്ങൾ മാത്രമാണ് ഇന്ന് വിശ്വാസികൾക്കിടയിൽ. അതിന് കാരണം ഇത്രേ ഉള്ളൂ, നമ്മൾ ആരും വിധിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം വിശ്വാസികളുടെ ഇടയിൽ കുറഞ്ഞു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാതെ വന്നിരിക്കുന്നതിന്റെ ആശയം. അപ്പോൾ അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട വിഷയമാണ്. ഇനി 35-ാം വാക്യത്തിലേക്ക് അത് 2 പ്രായോഗിക വിഷയം ഞാൻ പറഞ്ഞതാണ്. ഒന്ന്, യേശു ക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ടു എന്ന ബോധ്യം കർത്താവിനുണ്ടായിരുന്നു. പിതാവ് നൽകിയ വചനം അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള സാക്ഷ്യം കൃത്യമായി അണുവിട വ്യത്യാസമില്ലാതെ കൃത്യമായി അവിടെ കർത്താവ് പഠിപ്പിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് ലഭിച്ച അവസരങ്ങളിലൊക്കെ താൻ ചെയ്തിട്ടുണ്ട്. 2, കർത്താവിന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ തൻ്റെ മേൽ വ്യാപാര ശക്തി ഉണ്ടായിരുന്നു. അളവില്ലാത്ത വ്യാപാരം, നമ്മൾ ഇന്നത്തെ ഭാഷ 100% വ്യാപാരം. പരിശുദ്ധാത്മാവിന്റെ 100% നിറവിലാണ് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശുശ്രൂഷ ചെയ്തത്. കർത്താവിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയിലൊക്കെ നമ്മൾ ഈ രംഗം കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, നമ്മൾ മുന്നോട്ട് വരുന്ന അധ്യായങ്ങളിൽ ആ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇവിടെ യോഹന്നാൻ എടുത്തു പറയുന്ന വിഷയം, സ്വർഗത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്ന കർത്താവ് പരിശുദ്ധാത്മ. അപ്പോൾ യോഹന്നാൻ ചെയ്ത കാര്യം, പിതാവിനെ കുറിച്ച് പറഞ്ഞു, പുത്രനെ കുറിച്ച് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു. ദൈവിക ഏകത്വത്തിലെ 3 ആളത്വങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് യോഹന്നാൻ പറയാം. നിങ്ങൾ തൃത്വോപദേശം ഇവിടെ പഠിപ്പിച്ചു. എന്താണ് അവിടുത്തെ പ്രവൃത്തി? പിതാവ് അയച്ചു, പുത്രൻ വന്നു, പരിശുദ്ധാത്മാവ് പുത്രനെ ശുശ്രൂഷകൾക്കായിട്ടുള്ള എല്ലാ നിലയിൽ നമ്മൾ കണ്ടു. ഈ സമത്വത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതാണ്. ഈ ബന്ധം, ഏകജാതൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ബന്ധം നിത്യ സമത്വ സമ്പൂർണ്ണ ബന്ധമാണ്. എന്ന് പറഞ്ഞാൽ യേശു ദൈവത്വത്തിലെ ആളത്വങ്ങൾ തമ്മിലുള്ള ബന്ധം, അത് നമ്മൾ 3 ആളത്വങ്ങളായിട്ട് വ്യത്യസ്തമായി കാണുന്നുവെങ്കിലും അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സമത്വ സമ്പൂർണ്ണമാണ്. എല്ലാ നിലയിലും ഇക്വാലാണ്. നമുക്ക് പിതാവിനേക്കാൾ ഒരു ഇച്ചിരി കുറവാണ്, യഹോസാക്ഷികൾ പറയുന്നത് സ്വല്പം കുറവാണ്, സൃഷ്ടിയാണ്, ഒരു ഇച്ചിരി കൂടുതലാണ്. അങ്ങനെയില്ല, നിത്യ സമത്വ ബന്ധമാണ്. അത് സമ്പൂർണ്ണമായിരിക്കുന്ന ആളത്വമാണ്. അപ്പോൾ ഈ കാര്യം യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയും. പിതാവിനാൽ പുത്രൻ അയച്ചു, പുത്രൻ ഭൂമിയിലേക്ക് വന്നു, പിതാവ് ഏൽപ്പിച്ച സന്ദേശം അറിയിക്കുവാനായിട്ടുള്ള ആത്മനിറവ് പുത്രനിൽ ഉണ്ടായിരുന്നു.
അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ 31-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്നുള്ള വിഷയവും യോഹന്നാൻ കൃത്യമായിട്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു തരിക. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിലെ ഈ രണ്ട് സ്വഭാവം, ദിവ്യത്വവും മനുഷ്യത്വവും, ഇത് വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തി തരിക. ഇപ്പൊ നമ്മോടുള്ള ബന്ധത്തിലുള്ള റെസ്പോൺസിബിലിറ്റി, ദൈവത്വം നമുക്കില്ല, പക്ഷെ ദൈവത്തിലെ കമ്മ്യൂണിക്കേറ്റീവ് ആട്രിബ്യൂട്ട്സ്, ദൈവം പങ്കുവയ്ക്കുന്ന സ്വഭാവ സവിശേഷതകളായിരിക്കുന്ന ഗുണവിശേഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യം. നമ്മൾ അതിന്റെ ഏറ്റവും ലളിതമായ പ്രയോഗമാണ് ആത്മാവിന്റെ ഫലങ്ങൾ. വിശുദ്ധിയും സൗമ്യതയും സാവധാനയും വേർപാടും ഒക്കെയുള്ള ഒരു ജീവിതം. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കും. ഇനി വേർപാടെന്ന് വാക്ക് തന്നെ നമുക്ക് പ്രശ്നമാണ്. അത്രമാത്രം നമ്മൾ കോംപ്രമൈസ്ഡ് ആയിപ്പോയി. നമ്മൾ വേർപാടുകാരും ബ്രദറുകാരനൊക്കെ അറിയപ്പെടുന്നെങ്കിലും ഇന്നത്തെ തലമുറയ്ക്ക്, മുതിർന്നവർക്കും എളിയവർക്കും ഒരേ ഒരു പ്രശ്നം, വേർപാട് എന്ന വാക്ക് കേൾക്കുന്ന പ്രശ്നമാണ്. പക്ഷെ ഇവിടെ കർത്താവ് ഈ വേർപെട്ടിരിക്കുക, അവൻ സ്നാനപ്പെടുത്തുമ്പോൾ അനേകം ആളുകൾ വന്നു. അവർക്ക് ഭൗതികമായ നന്മ വേണമായിരുന്നു, രോഗസൗഖ്യം വേണമായിരുന്നു, ആഹാരം വേണമായിരുന്നു. ഇതിനൊക്കെ അവർ കർത്താവിനെ പിൻപറ്റി. പക്ഷെ കർത്താവിനെ വാസ്തവമായി അവൻ ആരെന്നറിഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ചവർ ചുരുക്കം പേരായിരുന്നു. ഇന്നത്തെ വേർപാട് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ അവസ്ഥ ഇതാ. സാമ്പത്തികമായ ഉന്നമനമുണ്ട്, ഭൗമികമായ സ്ഥാനമാനങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷെ കർത്താവിനെ വ്യക്തമായി അറിഞ്ഞിട്ടുള്ള എത്ര പേരുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തിപരമായി ശോധന ചെയ്യേണ്ട വിഷയമാണ്. വേർപെട്ടിരിക്കുക. പക്ഷെ നമ്മൾ പറഞ്ഞ വേർപാട് ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ഒരു ഐഡന്റിറ്റി, നമ്മൾ മറ്റുള്ളവരെ പോലെ, അപ്പൊ എല്ലാം മറ്റുള്ളവരെ പോലെ ആക്കണ്ടേ? നമ്മൾ യാക്കോബ സഭയും കത്തോലിക്ക സഭയും മർത്തോമ സഭയും വിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതിന് കാരണം വിശ്വാസത്താലുള്ള നീതീകരണം, കൃപയാലാണ് രക്ഷ, വിശ്വാസ സ്നാനമാണ് ആവശ്യം, ശിശു സ്നാനമല്ല, ഇതൊക്കെ പാടുള്ളൂ എന്ന് പറഞ്ഞു വന്ന നമ്മൾ ഇന്ന് പറയുകയാണ് അവരാണ് നമ്മളെക്കാട്ടിലും പെർഫെക്റ്റ്, അവരിലേക്ക് നമ്മൾ തിരികെ ലയിക്കണം. അങ്ങനെ പറയുന്നവർ ദൈവവചനത്തിന്റെ ഭാഷയിൽ, യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ, യേശുവിന്റെ കൈക്കീഴിൽ കൂട്ടത്തോടെ സ്നാനമേൽക്കാൻ ചെന്ന ആളുകളിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് ഹൃദയവുമായിട്ട് കർത്താവ് ആരെന്നറിഞ്ഞ് വ്യക്തമായിട്ട് കർത്താവിനെ പിൻപറ്റുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഒരിക്കലും അവർ ഈ വേർപാട് വിട്ടു പോകുന്ന കുഴിയിലേക്ക് വീണ്ടും പോകുവാനായിട്ട് ശ്രമിക്കുകയില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് എന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും ഖനിഗർഭത്തിലേക്കും തിരികെ പോകുവാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കരുതെന്ന് പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ മക്കൾ പോകുവാനായിട്ട്, നമ്മുടെ തലമുറകൾ പോകുവാനായിട്ട് ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുകയും അവരെ അത് പ്രബോധിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. യോഹന്നാൻ ചെയ്യുന്ന വിഷയം അതാ. അനേകായിരം ആളുകൾ യേശുവിന്റെ കൈക്കീഴിൽ സ്നാനം പറ്റും, പക്ഷെ കർത്താവിനെ വാസ്തവമായി അറിഞ്ഞ് പിൻപറ്റിയവർ വളരെ ചുരുക്കമായിരുന്നു. ഇനി അത് 35-ാം വാക്യം, 36-ാം വാക്യം, 35-ാം വാക്യം, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ദൈവിക അധികാരം. യേശുക്രിസ്തുവിന് ദൈവികമായിരിക്കുന്ന പരമാധികാരം എന്ന് പറഞ്ഞാൽ എല്ലാം കർത്താവ് പലപ്പോഴും പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മൾ മത്തായി സുവിശേഷം 28-18 വായിക്കുമ്പോൾ, നിങ്ങൾ ഭൂമിയിലൊക്കെ പോയി സുവിശേഷം അറിയിപ്പിൻ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മത്തായി സുവിശേഷം 11-27 പറയുന്നുണ്ട്, കർത്താവ് സകലവും പുത്രനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു സർവാധികാരിയാണ്. കാരണം എന്താ? പിതാവ് പുത്രനെ സ്നേഹിച്ചിരിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഇത്രയും പറഞ്ഞു വന്നിട്ട് 36-ാം വാക്യത്തിലേക്ക് നമ്മുടെ റെസ്പോൺസ്, ദൈവം ചെയ്ത പ്രവൃത്തി 35-ാം വാക്യം വരെ പറഞ്ഞു. യേശുക്രിസ്തു ദൈവമാണ്, സമ്പൂർണ്ണ ദൈവമായിരിക്കുന്ന യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്ന് വിശ്വാസികൾക്ക് അനുകരിക്കുവാനായിട്ട് സമ്പൂർണമായ നിലയിൽ ഒരു ആത്മീക നിറവിന്റെ അനുഭവത്തിൽ കർത്താവ് ജീവിക്കുകയും ശുശ്രൂഷ ചെയ്യുന്നത്. പരിശുദ്ധാത്മ നിറവ്, ഇവര് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഡിപ്പെൻഡൻസ് ആവശ്യമായിരുന്നു എന്നുള്ളതല്ല അവിടുത്തെ ആശയം. യേശു കർത്താവ് പൂർണ്ണ ദൈവമാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ വ്യാപാരം ഉണ്ടായിരുന്നു അളത്തുപരമായിട്ട്. അതിന്റെ ഉദ്ദേശം യേശുക്രിസ്തു മനുഷ്യ ശരീരത്തിലിരിക്കുമ്പോൾ മനുഷ്യപരമായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ആവശ്യമായിരുന്നു. കർത്താവ് ബലഹീനായി പോയി, ദൂതന്മാർ ശുശ്രൂഷിക്കാൻ വന്നു എന്ന് നമ്മൾ കർത്താവിനെ സാത്താൻ പരീക്ഷിക്കുന്ന സമയത്തും ഗസമന തോട്ടത്തിലും കാണുന്നുണ്ട്. ആ ഒരു ആസ്പെക്റ്റിൽ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കാൻ, മനുഷ്യത്വത്തിൽ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ വ്യാപാരം യേശുവിന് ആവശ്യമായിരുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിലും ഈ വ്യാപാരം ആവശ്യമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മനിറവ്. 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അവിടെ പറയുകയാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നത്, മനുഷ്യന്റെ മുമ്പിൽ രണ്ട് വഴിയും വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷനും വെച്ചിരിക്കുക. ഒന്ന് നാശത്തിലേക്കുള്ള വഴിയും, രണ്ട് നിത്യജീവനിലേക്കുള്ള വഴി. ഇത് രണ്ടും നിത്യതയിലേക്കാണ്.
അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും പറഞ്ഞിട്ട് അതിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹം. അപ്പൊ പുത്രനെ പിതാവ് സ്നേഹിച്ചു, നമുക്ക് ഓക്കെയാണ്. പക്ഷെ നമുക്കതുകൊണ്ട് എന്താ പ്രയോജനം? ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു. 3:16 പറയുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തരുവാൻ. അതായത് പിതാവ് ഏറ്റവും അധികം സ്നേഹിച്ച, പരിശുദ്ധമാവിനോട് സ്നേഹമില്ലെന്നല്ല അതിന്റെ ആശയം. ഇവരാളത്വപരമായി ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ എല്ലാ സ്വഭാവങ്ങളോടും നിത്യസമത്വബന്ധമാണ്. എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ മനുഷ്യാവതാരം എടുത്ത് കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ ഏകജാതനായ പുത്രനെ പിതാവ് എത്രത്തോളം സ്നേഹിച്ചുവോ ആ കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ പിതാവ് തൻ്റെ മകനോളം സ്നേഹം നമ്മളോട് കാണിക്കുന്നു എന്നുള്ള. അതുകൊണ്ടാണ് പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അപ്പോൾ ആ സ്നേഹത്തിന്റെ മഹത്വം എടുത്തു കാണിച്ചിട്ട് മുമ്പിൽ 2 ഡയറക്ഷൻ വെക്കുകയാണ്. ഒന്ന്, പുത്രനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കും, പുത്രനെ അനുസരിക്കാത്തവനോ ദൈവക്രോധം അവന്റെ ജീവനെ കാണുകയില്ല. അവിടെ വളരെ കൃത്യമായിട്ട് പറയുക, വിശ്വസിക്കുക എന്ന് പറയുന്നത് ഓക്കെയാണ്, വിശ്വസിക്കാതിരിക്കാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പുത്രനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി ഉണ്ട് എന്നല്ല അവിടെ പറയുക, ജീവനെ കാണുകയില്ല. ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയുടെ അവസ്ഥ, അവൻ മരിച്ചവനാണ്, ജീവൻ പ്രാപിക്കാത്തവനാണ്, ജീവൻ കാണാത്തവനാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, സുവിശേഷത്തിന്റെ പ്രകാശം വെളിപ്പെടാതിരിപ്പാൻ, അത് പ്രകാശിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ ഹൃദയം കുരുടാക്കി. അപ്പോൾ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പ്രിക്കിങ് ഉണ്ടാക്കും, മുറിവേൽപ്പിക്കും. ഈ മുറിവേൽപ്പിക്കുമ്പോൾ നമ്മളുണ്ടാകുന്ന ആദ്യത്തെ എക്സ്ക്യൂസ് ചെയ്ത് അടുത്ത സഹോദരനെ കുറിച്ച്, അടുത്ത സഹോദരിയെ കുറിച്ച്, എന്നെ കുറിച്ചല്ല, ഞാൻ ഈ നാട്ടുകാരനല്ലെന്നാണ് നമ്മുടെ പൊതുവായ ആറ്റിറ്റ്യൂഡ്. പക്ഷെ ഈ മുറിവുണ്ടാകുമ്പോൾ എന്താ പറയുന്നത്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വചനം നമ്മുടെ പിതാവിനെ കുറിച്ചുള്ള സാക്ഷ്യം, സ്വർഗത്തെക്കുറിച്ചുള്ള സാക്ഷ്യം, ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള സാക്ഷ്യം, ഈ സാക്ഷ്യങ്ങൾ ഇങ്ങ് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാര്യം ബോധ്യപ്പെടുത്തുമ്പോൾ അതിനോട് വിശ്വാസത്താൽ ക്രിയേറ്റീവായിട്ട് പ്രതികരിക്കുമ്പോൾ നമ്മൾക്ക് നിത്യജീവൻ രൂപപ്പെടുകയും അതിനോട് പ്രതികരിക്കാതിരിക്കുമ്പോൾ നമ്മൾ ആത്മീകമായി മരിച്ച അവസ്ഥയിലിരിക്കുകയും ചെയ്യും. ഇത് രക്ഷയോടുള്ള ബന്ധത്തിലെ വിഷയം പറയുകയാണ്, പുത്രനെ അനുസരിക്കാത്തവൻ. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, വിശ്വാസം എന്ന് പറഞ്ഞാൽ അനുസരണമാണ്. ഇതിന്റെ എക്സാക്ട് വിവരണമാണ് യാക്കോബ് തന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്, നിന്റെ വിശ്വാസം പ്രവൃത്തി കൂടാതെ കാണിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തികളിൽ വെളിപ്പെടണം. നമ്മളൊരു വ്യക്തിയോട് ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും, ഞാൻ ദൈവ പൈതലാണെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ ആ സ്വർഗീയ പൗരത്വം വെളിപ്പെടുത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് അതിന്റെ പ്രാക്ടിക്കൽ, നമ്മുടെ വിശ്വാസികളുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രായോഗിക അവസ്ഥ. എന്നാൽ ഇവിടെ രക്ഷിക്കപ്പെടാനുള്ള ആളുകളോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ പറയുകയാണ്, പുത്രനിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവനോ ജീവനെ കാണുകയില്ല. രണ്ടാമത്തെ വാക്ക് ശ്രദ്ധിക്കണം, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പുത്രനിൽ വിശ്വസിക്കാതിരിക്കുന്നത് ദൈവത്തോടുള്ള അനുസരണക്കേടാണ് എന്നാണ് അതിന്റെ ഏറ്റവും ലളിതമായ ഭാഷ. കർത്താവ് പറഞ്ഞ പുത്രനെ വിശ്വസിക്കുക, അതിനുവേണ്ടി ഞാൻ പുത്രനെ അയച്ചത്. അപ്പോൾ നമ്മളെ വിശ്വസിക്കാതിരിക്കുന്നത് പിതാവിനോട് കാണിക്കുന്ന അനുസരണക്കേടാണ്. കാരണം ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ തീമോഥെയോസ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, 1 തീമോഥെയോസ് 2:4, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും രക്ഷയുടെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് രക്ഷയുടെ പരിജ്ഞാനത്തിലെത്തുക? ആദ്യത്തേത് രക്ഷ പ്രാപിക്കുവാൻ, അത് വിശ്വസിക്കുന്ന സമയത്ത് രക്ഷയുടെ പരിജ്ഞാനത്തിലെത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷയിൽ വളരുക, ഗ്രോത്ത് ഇൻ സേവ്ഡ് ലൈഫ്, അല്ലെങ്കിൽ രക്ഷയിൽ വളർന്നു വരിക. ഇത് നമ്മളോടുള്ള ബന്ധത്തിലാണ്. രക്ഷിക്കപ്പെട്ടിട്ട് 10, 20, 30 വർഷമായി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ യാതൊരു പരിവർത്തനവും ഇല്ലാതെ രക്ഷിക്കപ്പെട്ടു എന്നൊരൊറ്റ അവകാശവാദം മാത്രമേ ഉള്ളെങ്കിൽ കർത്താവ് അവിടെ പറയുകയാണ്, എന്താ? പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസം നമ്മൾ വ്യക്തിപരമായിട്ട് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. രക്ഷയെ സംശയിക്കുകയല്ല, വിശ്വാസം. വാസ്തവമായും കർത്താവ് ഞാൻ ദൈവം ആരാണെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തെ വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടാണോ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചത്? 2, എൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് ഞാൻ ഇപ്പൊ നമ്മൾ സുവിശേഷം പറയുമ്പോൾ മോഷ്ടിക്കുന്ന കാര്യം, കള്ളം പറയുന്ന കാര്യം, ക്രോധം, കോപം, ഇതൊക്കെ അതാണോ ശരിയായ പാപം? പാപം അതല്ല. പാപം ഒരു കണ്ടീഷനാണ്. എന്ന് പറഞ്ഞാൽ ആദാം ചെയ്ത ലംഘനം നിമിത്തം മനുഷ്യകുലത്തിന് വന്നുപോയി ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരവസ്ഥയാണ്. അതിന്റെ ഭയാനകതയാണ് ദൈവ ക്രോധം അവന്റെ മേൽ വസിക്കുന്നു എന്നുള്ളത്. ഈ ക്രോധത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുക. അപ്പൊ 2 വിഷയം, ഒന്ന് ദൈവം ആരാണെന്നുള്ള ബോധ്യം,
പുത്രനിൽ ദൈവം വെളിപ്പെടുത്തിയ സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യം, നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ മേലുള്ള ദൈവക്രോധം, ഈ 3 കാര്യങ്ങളെ മുന്നിൽ കണ്ട് ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് തരുന്ന ആ പ്രേരണയിൽ നിന്നുണ്ടാകുന്ന മാനസാന്തരത്താലാണ് ശരിയായ രക്ഷ. ഇന്ന് പലപ്പോഴും എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ യേശുവിനെ കർത്താവ് എന്ന് റോമർ 10:9-10 ഏറ്റു പറഞ്ഞ് നേരെ സ്വർഗത്തിലോട്ടാ, കൈ പൊക്കിക്കോളും, എല്ലാവരും കൈ പൊക്കും. ഈ കൈ പൊക്കിയത് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് അറിയണമെങ്കിൽ വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയും. ഇന്ന് നമ്മുടെ പല ശുശ്രൂഷകരുടെയും പല മൂപ്പന്മാരുടെയും പല വിശ്വാസികളുടെയും പ്രവൃത്തികൾ കാണുമ്പോൾ ഇവർ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. നമുക്ക് മാത്രമല്ല, കർത്താവിനും തോന്നുന്നുണ്ട്. ഇത് നിസ്സാരമായൊരു വിഷയമല്ല. ലോകത്തിന് മുമ്പിൽ ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയെ പുനർവിചിന്തനം ചെയ്യേണ്ട വളരെ ഗുരുതരമായ ഒരു സാഹചര്യം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? യേശു കർത്താവിന്റെ കൈക്കീഴിൽ ഞാൻ യോർദാൻ നദി, ഇന്ന് പലരും നമ്മുടെ ബ്രദറുകാർ പലരും യോർദാൻ നദിയിലേക്ക് സ്നാനപ്പെടാൻ പോകുന്നുണ്ട്. 2 ലക്ഷവും 3 ലക്ഷവും. കർത്താവ് സ്നാനപ്പെട്ട ആ പൊസിഷനിൽ തന്നെ സ്നാനപ്പെട്ട സ്വർഗത്തിൽ പോകും. കത്തോലിക്കരും മലയാറ്റൂരും വേളാങ്കണ്ണിയും പോകുന്നതിലും വ്യത്യാസം എന്താ ഇതിന്? അപ്പൊ നമ്മൾ വേർപെട്ടു എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഇടയ്ക്ക് ഒരു പരിചയമാക്കി കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ സനീശ്വരയും പ്രശ്നക്കാരനും. പക്ഷെ പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയെങ്കിൽ യാക്കോബക്കാരുടെ തീർത്ഥാടനവും കത്തോലിക്കരുടെ മധ്യസ്ഥന്മാരും ഒക്കെ വീണ്ടും തിരികെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വഴികളാണിതെന്ന് നമ്മൾ മറന്നു പോകരുത്. കർത്താവ് സ്നാനപ്പെട്ട സ്ഥലത്തിന് പ്രത്യേകിച്ച് ഒരു സ്ഥലം, കർത്താവ് യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടു, അത് പിന്നെയും ഒഴുകിക്കൊണ്ടിരിക്കുക. 2000 വർഷം എത്രയോ വെള്ളപ്പാച്ചിലുകൾ അതിലേ ഉണ്ടായി. കർത്താവ് സ്നാനപ്പെട്ട വെള്ളമൊന്നും അവിടെ ഇല്ല. കർത്താവ് ചവിട്ടിയ മണ്ണ്, കർത്താവിന്റെ പാദപീഠം വീണെടുത്ത് എവിടെയാ കർത്താവിന്റെ പാദപീഠം? ചുഴലിക്കാറ്റും മണൽക്കാറ്റും അടിക്കുന്നത് എവിടെയാ പാദപീഠം? പോയി ചവിട്ടുക. എന്താ? മക്കയിലേക്കും അതിലേക്കും മുസ്ലിങ്ങൾ പോകുന്നത് പോലെ, മലയാറ്റൂർക്ക് കുരിശുമേന്തിക്കൊണ്ട് ആളുകൾ പോകുന്ന പോലെ ബ്രദറുകാർ ഇന്ന് പുണ്യതലങ്ങളെ, അത് വിശുദ്ധ നാട്. ഇത് ഞാൻ പറയുന്നത് ആരും വിമർശിക്കാനില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ നമ്മുടെ രക്ഷയുടെ മഹത്വം മറന്നുപോയി. നമ്മൾ വേർപെട്ടു പോകുന്നതാ. അതിൽ നിന്ന് വേർപെട്ടു പോകും നമ്മുടെ പേര്. അത് അത്രയും വേണ്ടായിരുന്നു. 100 വർഷം മുമ്പ് അത്രയും വേർപാട്. ഇന്നത്തെ തലമുറയിൽ വേർപാട് വേണ്ടെന്നാ വല്ലതും പറഞ്ഞത്. വേർപാട് വേണ്ട, സ്വർഗത്തിൽ കാണത്തില്ല. അത്ര എൻ്റെ സിമ്പിൾ ഉദാഹരണം. നമ്മൾ വിട്ടുപോകുന്നതിനെ പിൻപറ്റുന്നുവെങ്കിൽ ഇസ്രായേൽ ജനം, നമ്മൾ ഓൾറെഡി ചിന്തിച്ചു, ഇസ്രായേൽ ജനം മിസ്രൈമിലെ ചിറ്റുള്ളിയും ചുമന്നുള്ളിയും അവർക്ക് ആസ്വാദ്യകരമായത് സ്വർഗീയ മഞ്ഞയേക്കാളിലും വിശിഷ്ടമായി തോന്നിയത് അവിടെയുള്ള വിഗ്രഹങ്ങളുടെ മഹത്വവും തേജസ്സും അവിടെയുള്ള അധാർമികതയുടെ കുത്തൊഴുക്കും മനസ്സിൽ നിറഞ്ഞപ്പോഴാണ്. പാപജടത്തിന് താല്പര്യം വന്നപ്പോൾ അവർക്ക് സ്വർഗീയ മന്ന ഒരു വിഷയമായിരുന്നു. വേർപാടും വിശുദ്ധിയും അവർക്ക് പ്രശ്നമായിരുന്നു. കനാൻ ദേശത്തെ ഇഷ്ടമുള്ള സമൃദ്ധമുള്ള ദൈവികമായിരിക്കുന്ന ആഹാരം അവർക്ക് അനിഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ യോഹനൻ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയേക്ക, പ്രിയമുള്ളവരെ, ദൈവക്രോധം അവിശ്വാസികളുടെ മേൽ നിൽക്കുന്നു. നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയം പഠിച്ചു. രക്ഷ പ്രാപിച്ച് രക്ഷയുടെ പൂർണ്ണ അനുഭവത്തിൽ ജീവിക്കുന്നവർക്ക് കർത്താവ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വിഷയം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്നാൽ ഇന്ന് ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വാസ്തവമായി എത്തുമോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി. നമ്മുടെ നിലപാടുകളും നമ്മുടെ വചനവീക്ഷണങ്ങളും നമ്മുടെ രീതികളും പരിചയങ്ങളും ഒക്കെ നാം വാസ്തവമായി രക്ഷിക്കപ്പെട്ടവരാണോ എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന വിഷയങ്ങളാണ്. ഇതാരും വ്യക്തിപരമായി വിമർശിക്കാനുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ എൻ്റെ ആത്മീക ദർശനം, നമുക്കൊരു സമൂഹത്തെ മൊത്തം നന്നാക്കാൻ പറ്റത്തില്ല. പക്ഷെ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവെ, ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ കർത്താവിന്റെ ദൈവത്വം പൂർണ്ണമായി മനസ്സിലാക്കി, കർത്താവ് മനുഷ്യരൂപമെടുത്ത് താഴ്മധരിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്വർഗത്തിലെ സാക്ഷ്യമായി സത്യസാക്ഷ്യമായി പറഞ്ഞ വിഷയങ്ങളെ അത് പൂർണ്ണ അളവിൽ ഉൾക്കൊണ്ടിട്ടാണോ ഞാൻ രക്ഷ പ്രാപിച്ചത്? 2, ദൈവക്രോധത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നാണോ? നരകം തീയാണ്, പുഴുവാണ്, കത്തു എന്നൊക്കെ പിള്ളേരെ പഠിക്കുമ്പോൾ അവർ പേടിച്ച് കൊടലളകി ഏറ്റു പറയും. പിന്നീട് പിന്നെ കാണുന്നത് സ്നാനക്കടവില്ല. 12-13 ദിവസം സ്നാനപ്പെടുത്തി പിന്നെ അവരെ കാണത്തില്ല. പലരും സഭയിൽ പോലും ഇല്ല. കാരണം എന്താ? രക്ഷയുടെ അനുഭവം ഇങ്ങനെ കൈപൊക്കിയല്ല, അവരുടെ ജീവിതത്തിൽ ശരിയായ നിലയിൽ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നുണ്ടാകണം. നമുക്ക് ആളുകളുടെ എണ്ണം കാണിച്ച തലയെണ്ണൽ എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ, ഞാൻ സുവിശേഷം പറഞ്ഞ് 10 പേര് രക്ഷിക്കപ്പെട്ടെങ്കിലും ഓക്കെ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒരാളെങ്കിലും വാസ്തവമായി രക്ഷിക്കപ്പെട്ടവരോ ഇല്ലെങ്കിൽ ഇവരെ നമ്മൾ ചതിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തെറ്റിച്ച് കളയരുത്. അവർക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുവാനുള്ള അവസരം, അവർ 8-ാം വയസ്സിൽ രക്ഷിക്കപ്പെടണം, 10-ാം വയസ്സിൽ രക്ഷിക്കപ്പെടണം, 17-ാം വയസ്സിൽ സ്നാനപ്പെടുന്നുള്ള ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ വളർത്തരുത്. വിശ്വാസത്തിലേക്ക് നമ്മൾ അവർക്ക് പാപത്തെക്കുറിച്ച് ബോധം വരണം, അവർക്ക് ദൈവത്തെക്കുറിച്ച് ബോധം വരണം, ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് ബോധ്യം വരണം, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരണം, അവർക്ക് മാനസാന്തരം ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ലോകപ്രകാരം ജീവിക്കാനുള്ള എല്ലാ പഴുതുകളും അവർ കണ്ടെത്തും. പക്ഷെ ഇന്നത്തെ ഭവിഷ്യത്ത് എന്താണെന്നറിയോ? അങ്ങനെ മക്കൾ കണ്ടെത്തുന്ന ഭവിഷ്യത്തുകൾക്ക് ഉപദേശപരമായ സാധുത കണ്ടെത്തുവാനായിട്ട് ആളുകൾ ശ്രമിക്കും. അത് വലിയൊരു പരാജയമാണ്. മക്കൾ തെറ്റിപ്പോകാം,
ദൈവവചനത്തിന് നമുക്ക് ഇസ്രായേൽ ജനം ന്യായപ്രമാണം 10 അനുസരിച്ചല്ല പോകുന്നത്. പക്ഷെ ന്യായപ്രമാണത്തിന് നീക്കം വരുന്നത് കർത്താവിന്റെ ക്രൂശും അല്ലെ കർത്താവിന്റെ ജഡാവതരത്തോടു കൂടിയ യോഹന്നാൻ സ്നാപകൻ വരെ ന്യായപ്രമാണം അങ്ങനെ തന്നെ നിന്ന്. ന്യായപ്രമാണത്തിൽ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിയില്ല. കൃപാകാലത്തിൽ മാറ്റമില്ല, ദൈവവചനത്തിന് മാറ്റമില്ല. അതുകൊണ്ട് മക്കളിൽ തെറ്റുപറ്റിയാൽ അവർക്ക് അനുകൂലമായ നിലയിൽ ഉപദേശങ്ങൾ മാറ്റുവാനായിട്ട് ഒരു ഉപദേഷ്ടാക്കന്മാരും മാതാപിതാക്കന്മാരും ശ്രദ്ധിക്കരുത്. അത് അവരുടെ മിസ്റ്റേക്ക്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവിടെ മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഓരോരുത്തരായി നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതായിട്ട് വരും. നമ്മൾ എടുക്കുന്ന നിലപാടുകൾക്ക് നമ്മൾ വ്യക്തിപരമായിട്ട് കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ വിശ്വാസത്തോടുള്ള യോഹന്നാൻ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്നാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും നമ്മൾ ദൈവസ്നേഹമാണ്, ദൈവം കരുണയുള്ളവനാണ്, സകല പാപങ്ങളും ക്ഷമിക്കും. അത് ഒരു 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 വശമാണ്. സകല പാപങ്ങളെ ക്ഷമിക്കുന്ന എപ്പോഴാ? മാനസാന്തരപ്പെട്ട് ഏറ്റുപറയും. പിന്നെ ആ പാപത്തിന് വഴിക്ക് പോകാതിരിക്കുമ്പോഴാണ് ക്ഷമ കിട്ടുക. പാപത്തിൽ തുടരുന്നവന് എനിക്ക് പ്രസാദമില്ലെന്ന് കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദൈവവചനത്തെ നമ്മുടെ ബലഹീനതകൾക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിച്ചതുകൊണ്ട്, അങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ട് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതിന്റെ ഗൗരവം അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയുക, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവനായി, സ്വർഗത്തിൽ ഇരുന്നവനായി, സ്വർഗത്തിന്റെ ആസൂത്രണം അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യമായി വന്നവനെ കർത്താവ് പറഞ്ഞ സാക്ഷ്യം അത് കൃത്യമാണ്. അവൻ പറഞ്ഞ സാക്ഷ്യം പിതാവിനാൽ അയക്കപ്പെട്ട് പറഞ്ഞതാണ്. അവൻ ആത്മാവിനാൽ ആ ശുശ്രൂഷകൾ ചെയ്തു. ഈ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഭാഗ്യം. ഇനി ഒരു കാര്യത്തോടെ പറയാം, നമ്മളിപ്പോൾ ഞെരുക്കങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും വിശ്വാസത്താലുള്ള പോരാട്ടങ്ങളും എല്ലാം സഹിച്ച് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കുള്ള ഒരു പ്രത്യാശ എന്ന് പറഞ്ഞാൽ, നമുക്കുള്ള ഒരു വാഗ്ദത്ത ഉറപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ നിത്യജീവന്റെ അവകാശികളാണ്. നമ്മൾ നിത്യജീവൻ പ്രാപിച്ചവരാണ്. ഇപ്പോൾ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവർ ഈ ഭൂമിയിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിത്യജീവൻ പ്രാപിച്ചവരാണ്. രക്ഷിക്കപ്പെടാത്തവർ ഇപ്പോൾ തന്നെ ജീവനെ കാണാത്തവരും ദൈവക്രോധത്തിന് വിധേയപ്പെട്ടവരുമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ ലഭിച്ചു. നിത്യജീവൻ ഇന്ന് നമ്മൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ സംഭവിക്കുന്നത്, ഈ നിത്യജീവൻ കണ്ടിന്യൂസ്ഡ് ആയിട്ട് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച നിമിഷത്തിൽ നമുക്ക് ലഭിച്ച നിത്യജീവൻ നിത്യതയിലേക്ക് തുടരുകയാണ്. വിശ്വസിക്കാതെ മരിക്കുന്നവർക്ക് ആ ദൈവക്രോധം നിത്യതയിലേക്ക് തുടരുകയാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അവന് ജീവിക്കുകയാണ് ദൈവക്രോധം. അപ്പോൾ ഈ വിഷയം നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സുവിശേഷം അറിയിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്ക് കൂടും. കർത്താവെ, സുവിശേഷം അറിയാത്തവർ ദൈവക്രോധത്തിലാണല്ലോ. രക്ഷിക്കപ്പെട്ടവർക്ക് നമ്മളുള്ള വ്യക്തിപരമായ ജീവിതത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഈ നിത്യജീവന്റെ അനുഭവം വെളിപ്പെടുത്തുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ? ഞാൻ മറ്റു ലോക മനുഷ്യരെ പോലെയാണെങ്കിൽ അവർക്ക് മുമ്പിൽ എനിക്ക് എന്ത് പ്രത്യേകത, എനിക്ക് എന്താണ് ഒരു യുണീക്നെസ് ഉള്ളത്? ഒന്നുമില്ല. അങ്ങനെ ആയിരിക്കാനായിട്ടില്ല. വേർതിരിക്കപ്പെട്ട ജനം, വിശ്വാസികൾ, കർത്താവ് വന്നപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് ലോകത്തിന് മനസ്സിലായി, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. വിശ്വസിച്ചവർക്കെ മനസ്സിലായുള്ളൂ. അല്ലാത്തവർക്ക് ഒരു സ്വാഭാവിക മനുഷ്യ, ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തത്. എന്നാൽ വിശ്വസിച്ചവർക്ക് കർത്താവിന്റെ ദൈവത്വം മനസ്സിലായി, മനുഷ്യ അവതാരം മനസ്സിലായി, വിശ്വാസത്താൽ ലഭിക്കുന്ന നിത്യജീവനെ കുറിച്ച് മനസ്സിലായി. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് ദൈവം ആരും രക്ഷയെക്കുറിച്ച് സംശയിക്കേണ്ട, പക്ഷെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. വാസ്തവമായും എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തെക്കുറിച്ച് ദൈവാവബോധമുണ്ടോ? ദൈവക്രോധത്തിൽ നിന്ന് ആ വീണ്ടെടുക്കപ്പെട്ടതിൻ്റെതായിരിക്കുന്ന ഒരു നന്ദി എന്നിലുണ്ടോ? എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടോ? ഞാൻ ആത്മാവിനോട് ആലോചന ചോദിച്ചിട്ട് വചനപ്രകാരം കൃത്യമായിട്ടാണോ അത് ചെയ്യുന്നത് എന്ന് വ്യക്തമായി ശോധന ചെയ്ത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ, നമ്മളായിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ശുശ്രൂഷ രംഗങ്ങളിൽ നമ്മൾ വ്യക്തിപരമായി ക്രമപ്പെടുത്തിയാൽ ക്രമേണ ഒരു രൂപാന്തരം, ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. ആ നിലയിൽ ക്രമപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.